നമുക്ക് ബേസിക് മാത്തമാറ്റിക്സിൽ സെക്കൻഡ് ഡേ LCM ആൻഡ് HCF. ഓക്കെ, LCM അതിൻ്റെ ഫുൾ ഫോം എന്താ? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. നമുക്ക് ചെറിയ ക്ലാസ്സിലാണെങ്കിൽ മൾട്ടിപ്പിൾസ് ഫസ്റ്റ് 10 മൾട്ടിപ്പിൾസ് എഴുതിയിട്ട് LCM കാണാം. അതും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതുന്നുണ്ട്, കൊച്ചുകുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും പഠിക്കാമല്ലോ. പിന്നെ ഡിവിഷൻ മെത്തേഡ്, പിന്നെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. അപ്പം നമുക്ക് ആദ്യം മൾട്ടിപ്പിൾ എഴുതിയിട്ട് ഒന്ന് നോക്കാം. 6 and 8 മൾട്ടിപ്പിൾസ്. ആദ്യം നമുക്ക് മൾട്ടിപ്പിൾസ് എഴുതി LCM നോക്കാം. റൈറ്റ് ദ ഫസ്റ്റ് 10 മൾട്ടിപ്പിൾസ് ഓഫ് 6 and 8, ദെൻ ഫൈൻഡ് ദ LCM. അപ്പം 6ൻ്റെയും 8ൻ്റെയും നമ്മൾ ഗുണിതങ്ങൾ, അതാണ് മൾട്ടിപ്പിൾസ്. എഴുതിയതിന് ശേഷം അതിൽ നിന്നും LCM കാണുക. 6 ഫസ്റ്റ് 10 മൾട്ടിപ്പിൾസ് ഓഫ് 6 ഏതൊക്കെയാണ്? 6, 12, 18, 24, 30, 36, 42, 48, 54, 60. 8ൻ്റെ മൾട്ടിപ്പിൾസ് 8, 16, 24, 32, 40, 48, 56, 64, 72, 80. നമ്മളിതിൽ മൾട്ടിപ്പിൾസ് എഴുതി LCM കാണാം. 6 കോമൺ ആദ്യം വരുന്ന ഏതെന്ന് നോക്കാം. 6ഉം 8ഉം നോക്കി, ഇവിടെ 6 ഇല്ല, 12 ഇല്ല, 18 ഇല്ല, 24. പിന്നെ ഏതുണ്ട്? 24 കഴിഞ്ഞിട്ട് 48. ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ നോക്കി, നമ്മൾ റൗണ്ട് ചെയ്തിരിക്കുന്നതിൽ കോമൺ ആയിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാണ്? 24. Therefore LCM is equal to 24. The question, write the first 10 multiples of 6 and 8, then find the LCM. 6, 12, 18, 24, 30, 36, 42, 48, 54, 60. അതേപോലെ 8ൻ്റെ ടേബിൾ എഴുതുക. എന്നിട്ട് അതിൽ ഫസ്റ്റ് കോമൺ ആയിട്ട് വരുന്ന റൗണ്ട് ചെയ്യുക. അതിൽ തന്നെ ഏറ്റവും ചെറിയ നമ്പർ എടുത്തെഴുതുക. ഓക്കെ, നമുക്ക് ഫാക്ടറൈസേഷൻ ഫോമിലാണ് തരുന്നതെങ്കിൽ 12 2 × 2 × 3 2 raised to 2 × 3 18 3 × 3 × 2 2 × 3 സ്ക്വയർ എന്നൊക്കെ ഇങ്ങനെ ഒരു ഫോമിലാക്കി കഴിഞ്ഞാൽ LCM കാണാൻ. ഇവിടെ പ്രൈം ഫാക്ടർ ഏതുണ്ട്? 2. കോമൺ ആയിട്ടുള്ള 2 നോക്കുക, അതിൽ പവർ കൂടിയത് എഴുതുക. ഇവിടെ 2 ഉണ്ട്, വെറുതെ നമ്മൾ 2 എന്ന് വെച്ചാൽ 2 raised to 1, 1 2. 2ഉം 1ഉം ഏതാ വലുത്? 2. 2 raised to 2. 3 3 സ്ക്വയർ, അവിടെ നമ്മൾ ഏതെഴുതണം? 3 കോമൺ 3 നോക്കുക, അതിൽ പവർ വലുതായിട്ടുള്ളത് ഏതാണ് അതെടുത്തെഴുതുക. 4 × 9. ഇനി നമുക്ക് വേറെ ഒരെണ്ണം നോക്കാം. 24 70, അല്ലെങ്കിൽ 7 വേറെ എണ്ണം നോക്കാം. 18 24. ഡിവിഷൻ മെത്തേഡ് നോക്കാം. ഡിവിഷൻ മെത്തേഡിൽ ഇത് ഡിവിഷൻ മെത്തേഡ്, ഇത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. നമുക്ക് ആദ്യം നമുക്ക് പ്രൈം ഫാക്ടർ എഴുതാം. 2, 9, 12. 3യുടെ ടേബിളിൽ പോകും അല്ലേ? 3, 4. 3ഉം 4ഉം കോമൺ ഫാക്ടർ ഒന്നും ഇല്ല. അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? 2 × 3 × 3 × 4. 72. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്കറിയാം, അടുത്തടുത്ത് കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത നമ്പർ. LCM ഓഫ്
6 and 7. ഓക്കെ, 6ഉം 7 അടുത്തടുത്ത രണ്ട് നമ്പർ. അങ്ങനെ വന്ന് നമുക്ക് എന്ത് പറയാം, 6 × 7 രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 42. കോൺസിക്യൂട്ടീവ് ആയിരിക്കണം അങ്ങനെ വന്ന്. അതേപോലെ കോമൺ ഫാക്ടർ 1 ആയിട്ട് വരുന്ന നമ്പർ LCM ഓഫ് 4 and 7. ഇതിപ്പോൾ കോൺസിക്യൂട്ടീവ് അല്ല അല്ലേ, പക്ഷേ ഇതിന് കോമൺ ഫാക്ടർ ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, 1 മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുന്ന കേസിലും LCM എന്നൊക്കെ എന്തെഴുതാം, 4 × 7 28. നമുക്ക് HCF നോക്കാം. ഇനി LCM ഓഫ് ഫ്രാക്ഷൻസ് നോക്കാം. ഇത് PSC RRBക്കൊക്കെ LCM ഓഫ് ഫ്രാക്ഷൻസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. LCM ഓഫ് ഫ്രാക്ഷൻസ് നമുക്കൊരു എക്സാമ്പിൾ ആദ്യം ഫോർമുല എന്ന് എഴുതിയിട്ട് എഴുതാം. LCM ഓഫ് ന്യൂമറേറ്റേഴ്സ് by HCF of denominator. For example, 1/3, 5/6, 2/9. ഇതിൻ്റെ LCM നമ്മൾ നോക്കേണ്ടത് എന്താ, 1, 5, 2. 1 നമുക്ക് നോക്കണ്ട, 5 and 2 നോക്കി. കോൺസിക്യൂട്ടീവ് അല്ലെങ്കിലും അതിന് കോമൺ ഫാക്ടർ ഇല്ല അല്ലേ. അപ്പോൾ 5ൻ്റെയും 2ൻ്റെയും LCM എത്ര വരും, 5 × 2 10. LCM ഓഫ് ന്യൂമറേറ്റർ. ഇനി HCF ഓഫ് ഡിനോമിനേറ്റർ 3, 6, 9. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഏതുണ്ട്, 3. 10/3. HCFിലോട്ട് പോകാം. ആദ്യം നമുക്ക് പ്രൈം ഫാക്ടർ ഫോമിൽ തന്നെ നമുക്കൊന്ന് നോക്കാം. 12 2² × 3 24 2³ × 3. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമ്മൾ HCF എഴുതുമ്പോൾ ആദ്യം നമ്മൾ 2 കോമൺ നോക്കുക. അതിൽ പവർ കുറഞ്ഞതാണ് എഴുതുന്നത്. ഇവിടെ 2⁻², ഇവിടെ 2, ഇവിടെ 3 അല്ലേ, പവർ 2 ആണ് കുറവ്. അതാണ് LCFത്തിൽ നമ്മൾ എന്തെടുക്കും, ഇവിടെ പവർ കൂടിയത് എഴുതുക. HCFൽ നമ്മൾ ആദ്യം പ്രൈം ഫാക്ടർ 2 കോമൺ നോക്കുക, അതിൽ ഉണ്ടോ നോക്കുക. കോമൺ ഉണ്ടെങ്കിൽ അതിൽ പവർ കുറഞ്ഞതാണ് എഴുതുന്നത്, 2⁻². ഇവിടെ 3 ഉണ്ട്, സെക്കൻഡ് നമ്പറിൽ 3 ഉണ്ട്. ദാറ്റ് ഈസ് 4 × 3, ദാറ്റ് ഈസ് ഈക്വൽ ടു 12. കോൺസിക്യൂട്ടീവ് നമ്പേഴ്സിൻ്റെ HCF എപ്പോഴും എന്തായിരിക്കും, 1. 3, 4 HCF എപ്പോഴും എന്തായിരിക്കും, 1. ഇനി 4, 7 അതിലൊന്ന് പ്രൈമല്ല, പക്ഷെ ഒന്ന് പ്രൈമാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അതിൽ നമുക്ക് HCF എന്തായിരിക്കും, 1. അങ്ങനെ വരുന്ന ആ രണ്ട് നമ്പറിന് പറയുന്ന പേരാണ് കോ പ്രൈം നമ്പേഴ്സ്. HCF 1 ആയിരിക്കണം. ഫോർ 4 കോമ്പോസിറ്റ് ആണ്, 7 പ്രൈം ആണ്. പക്ഷെ ഇവിടെ HCF എന്താണ് വരുന്നത്, HCF ഓഫ് 4 and 7 ഈസ് 1. Therefore 4 and 7 HCF 1 ആയിട്ട് വരുന്ന നമ്പേഴ്സ് നമുക്ക് എന്ത് പറയാം, കോ പ്രൈം നമ്പേഴ്സ്. Therefore 4 and 7 are കോ പ്രൈം. $24, 40. ഇതിൽ നമുക്ക് HCF ഡിവിഷൻ മെത്തേഡിൽ നോക്കാം. നമ്മൾ പ്രൈം ഫാക്ടർ രണ്ടിലും കോമൺ ആയിട്ട് പോകുന്നത് നോക്കുക. 12, 20. Again divisible by divided by 2. ഇത് രണ്ടിലും കോമൺ ഫാക്ടർ 1 ഉള്ളൂ അല്ലേ. അപ്പം നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മൾ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ രണ്ട് നമ്പറിൽ പോകുന്ന നമ്പർ മാത്രമേ ഇവിടെ എഴുതാവൂ. 2 ഈവൻ നമ്പേഴ്സ് ആണ്, 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. 12, 20. Again divided by 2, 6, 10. 2, 3, 5. 2 × 2 × 2. HCF
2 ഇൻറ്റു 2 ഇൻറ്റു 2. ഇതിലിപ്പോൾ LCM ആയിരുന്നെങ്കിലോ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 അങ്ങനെ വരും. നമുക്ക് വേറെ ഒരു മെത്തേഡുണ്ട്. 300 to 40 കണ്ടിന്യൂഡ് ഡിവിഷൻ മെത്തേഡ്. 300 to 40 വലിയ നമ്പർ നമ്മൾ ഇതിനകത്ത് എഴുതുക, സ്മോളർ നമ്പർ ഇവിടെ എഴുതുക. 300 to 40 1 ടൈം. ഈ 240 നമ്മൾ ഇവിടെ എഴുതുക. ആദ്യം നമ്മൾ ബിഗർ നമ്പർ, ലാർജ് നമ്പർ, വലിയ നമ്പർ ഇവിടെ എഴുതുക. 240 സ്മോളർ നമ്പർ ഇവിടെ എഴുതുക. 1 ടൈം സബ്ട്രാക്റ്റിംഗ്. എന്നിട്ട് ഈ 60 ഇവിടെ എഴുതിയിട്ട് നമ്മൾ ഈ നമ്പർ ഇവിടുത്തെ ഡിവൈസർ എടുത്ത് ഇവിടെ എഴുതുക. 60 ഇത് കംപ്ലീറ്റ് ആയിട്ട് പോകുമല്ലോ. ഇനി നമുക്ക് ഇവിടെ വീണ്ടും റിമൈൻഡർ വരുമായിരുന്നെങ്കിൽ ഈ 60 നമ്മളെടുത്ത് അവിടെ എഴുതും. അങ്ങനെ പോകും. HCF ഈസ് ഈക്വൽ ടു, ഇവിടെ ലാസ്റ്റ് 0 വരുമ്പോൾ ഇവിടെ എന്താണോ നമ്പർ വന്നിരിക്കുന്നത് അതാണ് HCF. ഒരു നമ്പർ കൂടെ ഈ മെത്തേഡിൽ നോക്കാം. 1840 40 18 2 ടൈംസ് 36 4. 18 ഇവിടെ എഴുതാം. 4 ടൈംസ് 16. ഇവിടെ 2 ആണ് വന്നത്. ഈ 4നെ നമ്മളെടുത്ത് ഇവിടെ എഴുതാം 2. ഇവിടെ 0 വന്നപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയ നമ്പർ ഏതാണ്? 2. അതാണ് HCF. For any two numbers, രണ്ട് നമ്പറിനെ ഉള്ളൂ ആ പ്രോപ്പർട്ടി. any two positive numbers, LCM into HCF for 2 numbers. 3 നമ്പേഴ്സിനില്ല കേട്ടോ. LCM into HCF is equal to product of that 2 numbers. 10th പഠിക്കാനുണ്ടല്ലോ. ഒരു എക്സാമ്പിൾ നോക്കാം. 18 24 2 9 12 3. ഇവിടെ HCF ഏതേ ഉള്ളൂ? 9ഉം 12ലും 2ഉം 3ഉം അല്ലേ? ഇവിടെ ഈവൻ നമ്പർ പോവില്ല, പക്ഷേ ഇവിടെ 3യുടെ ടേബിളിലുണ്ട്. 2 ഇൻറ്റു 3 3 and 4 കോമൺ ഫാക്ടർ ഒന്നുമില്ല, 1 ഉള്ളൂ. അപ്പം നമ്മൾ HCF 2 നമ്പറിലും പോയത് ഇവിടെ 2 പോയി അല്ലേ? 2 ഡിവിസിബിളാണ്. 9ഉം 12ഉം 3. 2 ഇൻറ്റു 3 LCM 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 4. നമുക്ക് LCM ഇൻറ്റു HCF. അപ്പോൾ LCM HCF തരാം. 1 ഓഫ് ദ നമ്പർ തരാം. ഫൈൻഡ് അതർ നമ്പർ അങ്ങനെയൊക്കെ ചോദിക്കാം. അപ്പോൾ LCM ഇൻറ്റു HCF ബൈ ഗിവൺ നമ്പർ. LCM ഇൻറ്റു HCF നമുക്ക് എത്ര കിട്ടി? 6 ഇൻറ്റു 72. ഇനി നമുക്ക് LCM നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് എടുത്ത് നോക്കാം. 18 ഇൻറ്റു 24. രണ്ട് സെയിം ആയിട്ട് വന്നു. അതാണ് അതും 3 നമ്പേഴ്സിനില്ല. only 2 numbers. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ 2 നമ്പേഴ്സ്. അതിനൊരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത്. LCM ഇൻറ്റു HCF ഈസ് ഈക്വൽ ടു ദിസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്രാക്ഷൻസ്, ഇംപ്രോപ്പർ അഡീഷൻ, സബ്ട്രാക്ഷൻ, അതിനോടൊപ്പം നമുക്ക് റാഷണൽ നമ്പർ
കൂടെ അതിൻ്റെ ഏതാണ്ട് സെയിം ആണല്ലോ. അപ്പോൾ അതും കൂടെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം. പിന്നെ പെർസെൻറ്റേജ് ഇങ്ങനെ ഒരു ദിവസമായിട്ട് പോകാം. കുറച്ച് ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് പഠിക്കാൻ. ഇപ്പോൾ കുട്ടികളെല്ലാം കളിക്കുന്ന സമയമല്ലേ, എന്നാലും ഒരു 10-15 തൊട്ട് പഠിക്കാം അല്ലേ. ഓക്കെ. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരോടും താങ്ക്സ്. ഓക്കെ, താങ്ക് യു.